Hi friends, എല്ലാവർക്കും നമസ്കാരം. M4 മീഡിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. ഈ ഒരു മോഡൽ വിവോയുടെ y91 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പം ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ട് 2019 ലോഞ്ച് ചെയ്തതാണ്, ഇന്നിപ്പോൾ 2020. പക്ഷേ ഈ ഒരു മോഡൽ ഇന്നും ഒരു പ്രസക്തിയുണ്ട്. ഇന്നും ഓൺലൈനിലും ഓഫ്ലൈൻ സ്റ്റോറുകളിലും നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു ബഡ്ജറ്റ് ഫോണാണ്. അതായത് 8,000 രൂപയിൽ താഴെ, 7,900 സംതിങ് അതിൻ്റെ വില. ഇത് ഒരു 32GB 2GB ഒരു വേരിയന്റ് ആണ്. മീഡിയ ഹീലിയം P22, അതായത് മീഡിയ ടെക്കിന്റെ ഹീലിയം P22 എന്ന് പറയുന്ന ഒരു പ്രൊസസർ വരുന്ന അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും ഒറ്റ ക്യാമറ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ ഒരു 13 മെഗാ പിക്സൽ ക്യാമറ സെറ്റപ്പുമായിട്ട് വരുന്ന ഈ ഒരു മോഡലിന്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒരു വർഷം ശേഷമുള്ളൊരു വീഡിയോ. അപ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു ബഡ്ജറ്റ് നോക്കുന്നു, നിങ്ങൾക്കൊരു യൂട്യൂബ് വീഡിയോസ് കാണാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ടോ ഉള്ള ഒരു യൂസേജിനും അത്യാവശ്യം നല്ല സ്ക്രീൻ ക്വാളിറ്റി, ഇതൊക്കെ നിങ്ങളൊരു ബഡ്ജറ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ പ്രിഫർ ചെയ്യാം. അപ്പം നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് പോകാം. അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന 32GB ആണ്. 2GB 32GB മോഡലാണ്. ഒരു 8,000 രൂപ താഴെ ഒരു നല്ലൊരു മോഡൽ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് പോകാം. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോസ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു 2020 2019 മോഡൽ നമ്മൾ വീണ്ടും അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഒറ്റ മോഡൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ചെറിയ വാട്ടർ നോച്ച് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിഗ് ബാറ്ററി, അതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. 4030 mAh ബാറ്ററി സൈസ് വരുന്ന ഒരു മോഡലാണ്. 13 MB സിംഗിൾ റിയർ ക്യാമറയാണ് വരുന്നത്. നല്ല അടിപൊളി റിയൽ ക്യാമറ സെറ്റപ്പാണ്. നോക്കിയാലും നമുക്ക് കാര്യങ്ങൾ നോക്കാം. കാരണം ഇതിൻ്റെ ഓൾറെഡി ഡെമോ മോഡൽ ഞാൻ നോക്കി ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ഒരുപാട് ആവശ്യക്കാരുണ്ട്. നമുക്ക് ഇവിടെ നമ്മളൊരു കവർ കാണാൻ പറ്റും. നമുക്ക് കമ്പനി ഇവിടെ പ്ലെയിൻ കവർ, അതായത് ഒരു ബാക്ക് പൗച്ച് നൽകുന്നുണ്ട്. 8,000 രൂപയുടെ ഒരു ഫോണാണെങ്കിലും നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബാക്ക് പൗച്ച് നമുക്ക് നൽകുന്നുണ്ട്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കൗച്ചാണ് തന്നിരിക്കുന്നത്. നല്ലൊരു നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും കുറച്ച് ഒരു ബുക്ക്ലെറ്റും കാര്യങ്ങളും, അതിൻ്റെ യൂസർ മാനുവൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഫോണാണ് വരുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് വേറെ എന്തൊക്കെ ആക്സസറീസ് നമുക്ക് നോക്കാം. സിം ഇജക്ടർ ടൂൾ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കിവിടെ USB പോർട്ട് കാണാൻ പറ്റും. പക്ഷേ മറ്റൊരു കാര്യം പറയുന്നത് Type-C പോർട്ടല്ല, നമ്മളത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ ഇന്ന് സാധാരണ USB പോർട്ടാണ് നമുക്ക് നൽകിയത്. ആദ്യം മുതലുള്ള ആൻഡ്രോയിഡ് ഫോണിൽ കാണപ്പെടുന്ന ആ സാധാരണ രീതിയിലുള്ള USB പോർട്ടാണ്. അത് നമുക്കൊരു വലിയ വിഷയമായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു പ്രൈസ് അവർ വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് അടുത്തത് നോക്കുന്നത് ഇതിനകത്ത് ഒരു ചാർജറാണ്. ഇത് ഫാസ്റ്റ് ചാർജർ ഒന്നുമല്ല, ട്രാവൽ അഡാപ്റ്റർ തന്നെയാണ് നമുക്ക് നൽകുന്നത്. 5 വോൾട്ടിൻ്റെ 1 ആംപിയറിൻ്റെ ഒരു സാധാരണ രീതിയിലുള്ളൊരു അഡാപ്റ്റർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തുള്ളത് നമുക്ക് ഒരു ഹെഡ്ഫോണോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തരുന്നില്ല. കാരണം ഇപ്പോഴത്തെ മിക്ക ഫോണുകളും ഹെഡ്ഫോണും കാര്യങ്ങളും നൽകാത്തതുകൊണ്ട് നമ്മളതൊന്നും പ്രതീക്ഷിക്കരുത്. ചില സാംസങ്ങിൻ്റെ മോഡൽസിലൊക്കെ നമുക്ക് ഹെഡ്ഫോൺ കാണാം, പക്ഷേ ഇതിൽ നമ്മളതൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ നമുക്ക് ഫോൺ മാറ്റി വയ്ക്കാം. ഫോണിൻ്റെ ബോക്സ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഈ ഒരു മോഡലിൻ്റെ പേര് ഓഷ്യൻ ബ്ലൂ എന്നാണ്. 2GB 32GB വരുന്ന ഒരു മോഡലാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊരു ഫിനിഷിങ് തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷോട് തന്നെയാണ് വിവോ ഈ ഒരു മോഡൽ നൽകിയത്. ഇവിടെ വിവോയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 13 MB റിയൽ ക്യാമറ, ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ നമുക്ക് വോളിയം റോക്കർ കാണാൻ പറ്റും, പവർ ബട്ടൺ കാണാൻ പറ്റും. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും താഴെ വശത്തായിട്ടൊരു സ്പീക്കർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കാണാൻ പറ്റും. USB പോർട്ട് കാണാൻ പറ്റും. ഉടനെ മൈക്കും ഒരു 3.5 mm ഹെഡ് ജാക്ക് കാണാൻ പറ്റും. ഹെഡ് ജാക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഹെഡ്സെറ്റും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് സിം ഇജക്ടർ കാണാൻ പറ്റും, സിം ട്രേ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 2 സിം ഇടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. ഒരു 5 MB ഒരു ഫ്രണ്ട് ക്യാമറ നമുക്ക് സെറ്റപ്പ് നമുക്കിവിടെ തരുന്നുണ്ട്. ഫോൺ ബൂട്ടായിട്ടുണ്ട്. അപ്പം ഫ്രണ്ട് വശത്തെ കാര്യം പറയാം. ഇവിടെ നമുക്കൊരു സ്പീക്കർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വന്നിരിക്കുന്നത്. 5 MB മെഗാ പിക്സൽ വരുന്ന ഒരു സെൽഫി ക്യാമറയാണ്. കുഴപ്പമില്ലാത്തൊരു കാര്യങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഓൾറെഡി സ്ക്രീൻ പ്രൊട്ടക്ടർ കമ്പനി തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രീൻ അടിപൊളിയാണ്, ഡിസ്പ്ലേ അടിപൊളിയാണ്. കാരണം ഭയങ്കര നല്ല ടച്ച് റെസ്പോൺസ് ഈ ഒരു മോഡൽ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ടച്ച് റെസ്പോൺസ് നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വിവോയുടെയും ഓപ്പോയുടെയൊക്കെ ഫോണുകളിലൊക്കെ കാണാൻ വരുന്ന കാര്യം അവരുടെ ഡിസ്പ്ലേ ക്വാളിറ്റി, പ്രത്യേകിച്ച് ഇപ്പം എനിക്ക് തോന്നുന്നു വളരെ പണ്ട് അവർ ഇറക്കിയതിനേക്കാൾ ഇപ്പോൾ ഇറങ്ങുന്ന മോഡൽസ് ഒന്നുകൂടെ കുറഞ്ഞ ഫോണുകളിൽ പോലും നല്ല ഡിസ്പ്ലേ, നല്ല വൈബ്രന്റ് കളറുകളും നല്ല ഒരു സെൻസിറ്റിവിറ്റി. ഇപ്പം നമുക്ക്
ഫീൽ ചെയ്യുന്നത് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു വളരെ ഒരു വെർത്തായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് എനിക്ക് പറയാൻ പറ്റും. ഈ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഒരു ഫോൺ കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് സെറ്റപ്പ് നമുക്കില്ല. സാധാരണ രീതിയിൽ ഇത്രയും കുറഞ്ഞ ഫോണുകൾ ബാക്ക് സൈഡിലായിരിക്കും ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത്. എന്നാൽ ഈ ഒരു മോഡൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ല. അതിന് പകരം ഒന്നുകിൽ നമുക്ക് പാറ്റേൺ ലോക്ക് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ലോക്ക്, ഫേസ് ഐ ഡി അൺലോക്ക് ആണ് ചെയ്യുന്നത്. നമുക്കിവിടെ ഫേസ് ഐ ഡി വെച്ച് അൺലോക്ക് ചെയ്യാനേ നമുക്ക് സാധിക്കത്തുള്ളൂ. അത് ഒരു അഡ്വാൻസ്ഡ് എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷൻ കൊണ്ടായിരിക്കും അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ബഡ്ജറ്റും കൂടെ നോക്കിയിട്ടായിരിക്കും ആ ഒരു സെൻസർ അവർ കൊടുക്കാൻ. പക്ഷേ ഫേസ് ഐ ഡിയും കുഴപ്പമില്ല, പാറ്റേൺ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാസ്കോഡ് നമുക്ക് ഉപയോഗിക്കാം. ഇത്തരം കാര്യങ്ങളിലാണ് നമുക്ക് ഇതിന്റെ ഒരു സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും രജിസ്റ്റർ എ ഫേസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കിവിടെ OTG സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇത് 4G സപ്പോർട്ടഡ് ആണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഇതിന്റെ OS 10 ആണ്, വിവോയുടെ അവരുടെ OS 10 ആണ് ഇതിനകത്ത് അപ്ഡേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഗസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ സിസ്റ്റം അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം വിവോയ്ക്ക് വരുന്നത് ഫണ്ട ചോയ്സ് ആണ് വരുന്നത്. അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഇപ്പം ഇതിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പം നമുക്ക് ഓവറോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നല്ലൊരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫോൺ അവർ മേക്ക് ചെയ്തിരിക്കുന്നതെന്ന് യാതൊരു സംശയമില്ല. പിന്നെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കാണാൻ പറ്റും നല്ലൊരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും തന്നെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. 13 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ആ ക്യാമറ നമുക്ക് ഈ പറയുന്ന ഡ്യുവൽ ക്യാമറകളും പോർട്രേറ്റ് പോലത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. കാരണം 8000 രൂപയിൽ താഴെ വാങ്ങിക്കുന്ന ഈ ഒരു മോഡലിൽ ആ ഒരു വിലയ്ക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളെല്ലാം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം IPS LCD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഒരു നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് കേട്ടോ. അത് യാതൊരു സംശയം, എനിക്ക് ഡിസ്പ്ലേ ആണ് എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തത്. നല്ല കളർ വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല, ഇതിലും വില കൂടിയ ഫോണുകളിൽ പോലും ഇത്രയും എനിക്ക് തോന്നുന്നില്ല. ഒരു 10000 രൂപയൊക്കെ മറ്റ് ബ്രാൻഡുകളിലൊക്കെ ഫോണിൽ പോലും ഇത്രയും ഒരു ക്വാളിറ്റി ഞാൻ ഡിസ്പ്ലേ കണ്ടില്ല. സാംസങ്ങിൻ്റെ ഓഫ് കോഴ്സ് നല്ല ഫോൺ ഉണ്ടെങ്കിൽ പോലും മറ്റ് ചില ബ്രാൻഡുകളുടെ ഡിസ്പ്ലേസ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അത്രയും സെൻസിറ്റിവിറ്റി പ്രോബ്ലംസ് ഒക്കെ കാണിക്കാറുണ്ട്. ഏതായാലും ഇത് ഒരു എൻട്രി ലെവൽ ആദ്യമായിട്ട് ഒരു ഫോൺ വാങ്ങിക്കുക അല്ലെങ്കിൽ സെക്കൻഡറി ഫോണായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിന്റെ ബാറ്ററിയെ കുറിച്ച് 4030 mAh ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. നോർമൽ ചാർജിങ് ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് 2GB RAM ആണ്. ഒരു ഗെയിമിംഗ് ഒരു ഫോണായിട്ടൊന്നും ഇതിനെ കണക്ക് കൂട്ടരുത്. ചെറിയ ചെറിയ ഗെയിംസ് നമുക്ക് കളിക്കാം, അല്ലാതെ നമ്മളൊരു ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് വരുന്നത് ഒരു 2GB RAM ആയിട്ട് വരുന്നതും ഒരു 32GB ഇന്റേണൽ സ്റ്റോറേജ് ആയിട്ട് വരുന്ന ഒരു മോഡൽ. ഇതിന്റെ പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് മീഡിയടെക്കിന്റെ P22 എന്ന് പറയുന്ന ഒരു ഒക്ടാ-കോർ പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മോഡൽ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു മൈക്രോ SD കാർഡ് ഇടാൻ പറ്റും. നമുക്ക് അതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാം. നമ്മുടെ 32GB എന്നുള്ളത് കാര്യമാക്കേണ്ട, നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു പിക്സൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയുടെ ഒരു പിക്സൽ ഡെൻസിറ്റി വരുന്നത് തന്നെ ഒരു 270 ppi ഡെൻസിറ്റി നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 2019 മാർച്ചിലാണ് ഈ ഒരു മോഡൽ റിലീസ് ചെയ്തത്. ഇന്നിപ്പോൾ ഒരു വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ റീറ്റെയിൽ സ്റ്റോറുകളിലും ഇപ്പോഴും ഈ ഒരു മോഡൽ വിറ്റഴിക്കപ്പെടുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഈ ഒരു ഫോൺ നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിച്ചു എന്നതിനുള്ള ഒരു തെളിവ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു ഫോൺ വാങ്ങിക്കണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും സ്പെക്ക് നോക്കാം, റിവ്യൂസ് നോക്കിയ ശേഷം നിങ്ങൾക്ക് മേടിക്കാം. നല്ല റിവ്യൂ ആണ് ഈ ഒരു മോഡലിന് ഓൺലൈനിലും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ യൂസ് ചെയ്ത് നോക്കി, നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഞാൻ അൺബോക്സിങ് നല്ല ജസ്റ്റ് ചെയ്തിട്ടൊരു ഡെമോ പീസ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു അൺബോക്സിങ് ഈ ഒരു ഫോൺ വാങ്ങി അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം.